നോമ്പുകാലം ഒന്നാം ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 4 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വിചിന്തനം 1. നോമ്പുകാലം. തല്ലാനും തലോടുവാനുമുള്ള ഒരു കാലം. നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന, സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടമാണ് നോമ്പുകാലം. ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന എല്ലാ മതങ്ങളിലും തന്നെ നോമ്പ്, ഉപവാസം, ആ മതങ്ങളിൽ അതിന് പ്രാധാന്യം കൊടുത്തു കാണുന്നുണ്ട്. ലോകത്തിലെ അതിപുരാതനമായ മതങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന യഹൂദ മതത്തിലും ഈ നോമ്പിനും ഉപവാസത്തിനും വലിയ പ്രാധാന്യമാണ്. എന്നല്ല, നോമ്പ്, ഉപവാസം, ദാനധർമ്മം തുടങ്ങിയ പ്രവൃത്തികൾ കൊണ്ട് നേടാവുന്നതാണ് സ്വർഗം എന്നതായിരുന്നു അവരുടെ ചിന്ത. അതുകൊണ്ട് എന്തുമാത്രം നോമ്പ് ഒരാളെടുക്കുന്നുവോ ഉപവസിക്കുന്നുവോ അതിനനുസരിച്ച് എളുപ്പത്തിൽ സ്വർഗം നേടാം. എന്നാൽ യേശുവിന്റെ ചിന്ത അതല്ല. യഥാർത്ഥത്തില് നോമ്പിന്റെയും ഉപവാസന്റെയും ദാനധർമ്മത്തിന്റെയും എന്നല്ല, നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും വലിയ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നേടാവുന്നത് ഒന്നല്ല സ്വർഗം. യേശുവിന്റെ പ്രത്യേക ശാസ്ത്രം അതിന്റെ നോമ്പിന്റെ ചൈതന്യത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുകയാണ്. ഉപവാസത്തിന്റെ അരൂപിയിലേക്കാണ് മനുഷ്യനെ ക്ഷണിക്കുന്നത്. അത് യാന്ത്രികമായിട്ടുള്ള അനുഷ്ഠാനം കൊണ്ട് നേടാവുന്നത് ഒന്നല്ല സ്വർഗം. അത് എന്തിനു വേണ്ടിയിട്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു, ആ അരൂപി ആ മനുഷ്യനിൽ ഉണ്ടാകുമ്പോ മനുഷ്യനിലെ മാറ്റങ്ങൾ വരും. അതിന് മാർഗത്തിൽ നടക്കുന്ന മനുഷ്യനായിട്ട് അവൻ തീരും. ഇതാണ് യേശുവിന്റെ പ്രത്യയശാസ്ത്രം. ഈ പ്രത്യയശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്. യേശുവും ഉപവസിച്ചു, നോമ്പ് നോറ്റു. ഒന്നല്ല, തുടർച്ചയായി 40 ദിവസം അങ്ങനെ നടത്തിയെന്നാ പറയണത്. യേശുവിനെ ഒരുക്കുക, ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിന് വേണ്ടി യേശുവിനെ ഒരുക്കാൻ യേശു കണ്ടുപിടിച്ച ഒരു മാർഗം. അതാണ് യേശുവിന്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. 40 ദിവസത്തിന് പകരം 80 ദിവസം ഉപവസിച്ചാൽ യേശുവിനേക്കാൾ പെട്ടെന്ന് സ്വർഗം നേട്ടും എന്നുള്ളതല്ല ക്രൈസ്തവ വീക്ഷണം. അതിന്റെ അരൂപിയാണ്. ഇനി ഈ അരൂപി എന്ന് പറഞ്ഞാൽ എന്താ? സത്യത്തിൽ പറഞ്ഞാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പാരമ്പര്യത്തിലുള്ള ആ ചിന്താരീതിയിൽ നിന്ന് അല്പം വ്യത്യാസപ്പെട്ട് നമ്മൾ സ്വതന്ത്രമായ രീതിയിൽ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു നോമ്പ് എന്ന് പറയുമ്പോ അതൊരു ശിക്ഷണ പ്രക്രിയയാണ്. ആര് ശിക്ഷിക്കുന്നു? പുറത്തുനിന്ന് ആരും ശിക്ഷണം കൊടുക്കുന്നതല്ല, സ്വയമായിട്ടുള്ള ഒരു ശിക്ഷണ പ്രക്രിയ. ഈ ശിക്ഷണം എന്ന് പറയുന്നതിൽ ശിക്ഷയുണ്ട്, അതിൽ രക്ഷയുണ്ട്. ശിക്ഷണം എന്ന് പറയുമ്പോൾ അതിൽ തള്ളിലുണ്ട്, അതിൽ തലോടലുണ്ട്. ഇത് രണ്ടും കൂടുമ്പോഴാണ് ശിക്ഷണമാകുക. ശിക്ഷണം എന്ന് പറയുന്നത് ശിക്ഷ മാത്രമല്ല, ശിക്ഷയും പരിരക്ഷയും അതിലുണ്ടാകണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല ശീലങ്ങള് അവന് തനതായിട്ടുള്ള രീതിയിൽ അഭ്യസിച്ചെടുക്കാൻ ഉള്ള ഒരു പ്രവണതയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. ഒരുപാട് ശീലങ്ങള്. ഈ ശീലങ്ങളിലെ പല ശീലങ്ങളും ദുശീലങ്ങളാണ്. മനുഷ്യൻ ശീലിക്കുന്ന പല ശീലങ്ങളും ദുശീലങ്ങളാണ്. അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് അവനെ തിരുത്തണം, ആ ശീലങ്ങളെ തിരുത്തണം. അതിനുള്ളൊരു കാലഘട്ടമാണ് നോമ്പ്. ഉദാഹരണമായിട്ട് മദ്യപാനം ശീലമാക്കിയിട്ടുള്ള ഒരു വ്യക്തി, അത് നല്ല ശീലമല്ല, അത് ദുശീലമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. മയക്കുമരുന്ന് അത് നല്ല ശീലമല്ല, അത് ദുശീലമാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവരം ഉണ്ടാവണം മനുഷ്യന്. അതിനുള്ള കാലഘട്ടം. അപ്പൊ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കാത്തവർക്കോ നോമ്പ് വേണ്ടേ? നോമ്പ് വേണം. ആ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കാത്തവർക്കും ഉണ്ട് ദുശീലങ്ങള്. ഉണ്ടാകാം, തീർച്ചയായിട്ടും ഉണ്ടാകും. പാപാവസ്ഥയിലിരിക്കുന്ന പല ശീലങ്ങളുണ്ട്. അത് ലൈംഗികമായിട്ടുള്ള ആസക്തിയിൽ പെട്ട് ശിച്ച് വലയുന്ന ശീലങ്ങളുണ്ട്. മറ്റു പലതരത്തിലുള്ള പാപകരമായിട്ടുള്ള അവസ്ഥയിലിരിക്കുന്ന ദുശീലങ്ങളുണ്ട്. ഏഷ്ണി ഒന്നാം തരം ദുശീല. പറഞ്ഞാൽ വളച്ചൊടിച്ചേ പറയുള്ളൂ. ഏഷ്ണി ഉണ്ടാക്കുന്ന ശീലം ദുശീലമാണ്. നുണയെ പറയുള്ളൂ ചിലവര്, ദുശീലമാണ്. പറഞ്ഞ വാക്ക് പാലിക്കില്ല, ദുശീലമാണ്. എന്ത് ഏൽപ്പിച്ചാലും ഉത്തരവാദിത്വമില്ല, ദുശീലമാണ്. ഇങ്ങനെ ഒരുപാട് ദുശീലങ്ങൾ. ആളുകളെ തല്ലിക്കാനേ നോക്കുള്ളൂ, ദുശീലമാണ്. ഇങ്ങനെയുള്ള ദുശീലങ്ങള് ഏതാ എന്നിൽ ശക്തി പ്രാപിച്ചുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ കണ്ടുപിടിച്ച് അതിനെ തല്ലണം, അതിനെ ശിക്ഷിക്കണം, അതിനെ മെരുക്കണം, അതിനെ ഒതുക്കണം. ഇതിനുള്ള കാലമാണ് നോമ്പുകാലം. എന്നാൽ ഈ ശിക്ഷയും ഒതുക്കലും പൊരുക്കലും മാത്രമല്ല നോമ്പ്, അതിനെ നല്ല ശീലങ്ങളും മനുഷ്യനിലുണ്ടാകും. ഉദാഹരണമായിട്ട് എന്ത് തന്നെ പറഞ്ഞാലും ഒരുവൻ സത്യമായിട്ടേ കാര്യങ്ങൾ പറയുള്ളൂ, നുണ പറയില്ല.
അങ്ങനെ ആത്മാർത്ഥതയോടുകൂടിയ ജോലി ചെയ്യുള്ളൂ. എന്ത് പ്രകോപനം ഉണ്ടായിക്കോട്ടെ, അത് നല്ല ശീല. ഏൽപ്പിച്ച കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി സാധിക്കുന്ന രീതിയിൽ പ്രതിബദ്ധതയോടുകൂടി ചെയ്യും, നല്ല ശീല. ഉത്തരവാദിത്വ ബോധം, നല്ല ശീല. തമ്പുരാനെ അംഗീകരിക്കുകയും തമ്പുരാനുമായിട്ട് ബന്ധപ്പെടാനുള്ള ശീലം, നല്ല ശീല. സാധിക്കുന്നത്ര മനുഷ്യർക്ക് സഹായം ചെയ്തു കൊടുക്കാനുള്ള ഒരു ത്വര, നല്ല ശീല. ഇങ്ങനെ ഒരുപാട് നല്ല ശീലങ്ങൾ ഉണ്ടാവും മനുഷ്യനിലെ. അവയും കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ച് അവയെ പരിപോഷിപ്പിക്കണം. ഇതിനുള്ള കാലായത് നോമ്പ് കാലം. അപ്പോ തല്ലിലും ഉണ്ടാകണം, തലോടിലും ഉണ്ടാകണം. ആരെ തല്ലണം? ഞാൻ എന്നെ തല്ലണം. ആരെ തലോടണം? ഞാൻ എന്നെ തലോടണം. നല്ല ശീലങ്ങൾ വളർത്താൻ, ദുശ്ശീലങ്ങൾ തളർത്താൻ ഇത് ഇതിനുള്ള കാലഘട്ടമല്ലേ ഈ നോമ്പ് എന്ന എനിക്ക് ചിന്ത വരണേ. പിശാചും രൂപിയും ഇതൊക്കെ മാറ്റി നിർത്ത്, പരമ്പരാഗതമായിട്ടുള്ള അതൊക്കെ മാറ്. സത്യത്തിൽ പറഞ്ഞാൽ ഇതില്ലെങ്കിൽ നമ്മുടെ അനുഷ്ഠാനം കൊണ്ടോ നമ്മുടെ പ്രാർത്ഥനാ സംവിധാനം കൊണ്ടോ ഒരു ബലം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞാലും അല്പം കൂടി അത് മനസ്സിലാക്കാൻ വിഷമം. എനിക്കും മനസ്സിലാക്കാൻ വിഷമം, നിങ്ങൾക്കും ഉണ്ടാവും മനസ്സിലാക്കുന്നവർക്ക് എന്നാൽ പിടികിട്ടുന്നില്ല. ലോകഭാഷയിൽ മുൻപന്തിയിൽ, അല്ലെങ്കിൽ ലോകഭാഷ ഇന്ന് അറിയപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷയാണ്. ലോകഭാഷ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷില് രണ്ട് സൂക്തങ്ങളുണ്ട്, രണ്ട് സൂക്തങ്ങളുണ്ട്, കൊച്ചു വാചകങ്ങൾ അല്ലെങ്കിൽ പദങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കാൻ പദമല്ല, 2-3 പദങ്ങൾ ഉണ്ടാവും. ഇത് അത്ഭുതം സൃഷ്ടിക്കുന്ന പദങ്ങളാണ്, അത്ഭുതം സൃഷ്ടിക്കുന്ന സൂക്തങ്ങളാണ്. അതിൽ ഒരെണ്ണാണ് ഐ ആം സോറി എന്ന് പറയാൻ സാധിക്കുക. വേണ്ടപ്പോ വേണ്ട സ്ഥാനത്ത് വേണ്ട വിധത്തിൽ ആത്മാർത്ഥതയോടുകൂടി ഞാൻ അതിൽ ഖേദിക്കുന്നു എന്ന് പറയാൻ സാധിക്കുക. ഏതിലെ നമ്മുടേതായിട്ടുള്ള ചില ബലഹീനത കൊണ്ട്, നമ്മുടേതായിട്ടുള്ള ചില ചാബല്യം കൊണ്ട്, നമ്മുടേതായിട്ടുള്ള ചില ചിന്താരീതിയുടെ വികല്പം കൊണ്ട് ചില വിഷമങ്ങൾ ഉണ്ടായെന്ന് വിചാരിക്കും. മറ്റുള്ളവർക്ക് അതിന്റെ വിഷമങ്ങൾ ഉണ്ടാകുന്നു. ആ വിഷമങ്ങൾ ഉണ്ടായി അത് ചിലപ്പോ നമ്മുടെ തെറ്റുകൊണ്ടാകണമെന്നില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങള് ധാരണയില് തെറ്റായിട്ട് ധരിച്ചാലും വിഷമം ഉണ്ടാകാൻ മറ്റുള്ളവര്. അപ്പൊ തെറ്റിദ്ധാരണയായി. എന്ത് ധാരണയായാലും തെറ്റായിട്ടായാലും ശരിയായാലും മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടായി എന്ന് വിചാരിക്കേ. തീർച്ചയായിട്ടും വിഷമിക്കുന്ന മനുഷ്യൻ അവനോ അവളോ ആകട്ടെ കോപിക്കും, അസ്വസ്ഥത കാണിക്കും, വിഷമം കാണിക്കും. ഈ വിഷമം കാണിക്കുന്ന മനുഷ്യന്റെ മുമ്പില് ആത്മാർത്ഥതയോടുകൂടി ഞാൻ അങ്ങനെ ഉണ്ടായതിൽ ദുഃഖിക്കുന്നു എന്നൊന്ന് പറഞ്ഞു നോക്ക് നിങ്ങള്. അവിടെ നിൽക്കും കോപം, ക്ഷോഭവും അവിടെ നിൽക്കും. ഇതാണ് അത്ഭുതകരമായിട്ടുള്ള മാസ്മര ശക്തി. നേരെ മറിച്ച് ഒരുപാട് അനുഷ്ഠാനങ്ങളും ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് ഉപവാസവും നടത്തുന്ന മനുഷ്യർ തന്നെ തെറ്റാണെന്ന് മനസ്സിലാക്കിയാലും ഉരുണ്ട് കളിച്ചാലോ അവിടെ ആധ്യാത്മികത്വം ഇല്ല മക്കളെ, അവിടെ ദൈവികത ഇല്ലാതെ ഇത് അനുഷ്ഠാനമായിട്ട് അത് പോയി ആമേൻ പറഞ്ഞു അവസാനിച്ചു. ഈ അനുഷ്ഠാനം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ് എന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട്, തെറ്റായിട്ടോ ശരിയായിട്ടോ ആകട്ടെ, തെറ്റിദ്ധാരണയുടെ ഫലമായിട്ട് ആകട്ടെ അല്ലെങ്കിൽ സത്യസന്ധമായിട്ടാകട്ടെ, ഞാൻ അതിൽ ഖേദിക്കുന്നു എന്ന് പറയാൻ സാധിച്ചാൽ ആ അന്തരീക്ഷം വളരെ ശാന്തമായി. ഇത് പറയാതെ നമ്മൾ ന്യായങ്ങൾ കൊണ്ടുവരിക എന്ന് വിചാരിക്കേ. ലൊട്ടിലൊടുക്ക് ന്യായങ്ങള്, യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത ന്യായങ്ങള്, അത് പെട്ടെന്ന് വരും. മനുഷ്യന്റെ സഹജമായ വാസനയാണത്. അത് ആലോചിക്കൊന്നും വേണ്ട. ഉടനെ നാവിന്റെ തുമ്പത്തിൽ നിന്നൊരു ന്യായം, അവനെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ, അവനെ തന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരു ന്യായം അങ്ങോട്ട് പറഞ്ഞു എന്ന് വിചാരിക്കുക. ക്ഷോഭം വർദ്ധിക്കുകയുള്ളൂ. എന്നാൽ സത്യത്തിൽ ആ മനുഷ്യൻ ചെയ്തത് തെറ്റല്ല എന്ന് ഈ ചെയ്ത മനുഷ്യന് ഉത്തരബോധ്യമുണ്ടെങ്കിൽ പ്രപഞ്ചം എതിർത്താലും അതിന് കീഴ്വഴങ്ങരുത്. ഇതും ഉപവാസത്തിൽ പെട്ടതാ. ഇത് എവിടുന്ന് കിട്ടിയത്? ഈ തത്വം സാക്ഷാൽ യേശു ക്രിസ്തു രാജാവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. രാജാവിനോട് യേശു പറയുന്നു, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കാണിച്ചു തരിക. തെറ്റൊന്നുമില്ലെങ്കിൽ എന്തിനെന്നെ അടിച്ചു? അവിടെ അങ്ങനെ നിൽക്കുന്നതല്ല. എങ്കിലും സാഹചര്യം അനുസരിച്ച് വിവേകത്തോടു കൂടി പെരുമാറാൻ മനുഷ്യൻ സാധിക്കണം. അതുകൊണ്ടാണ് ദൈവം വിവേകം മനുഷ്യന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പുണ്യം എന്ന് പറയുന്നത് പറഞ്ഞത് മറ്റുള്ളവരെല്ലാം പറഞ്ഞത് അംഗീകരിക്കുന്നത് അല്ല മക്കളെ. അംഗീകരിക്കേണ്ടത് അംഗീകരിക്കണം, അംഗീകരിക്കാൻ പാടില്ലാത്ത അംഗീകരിക്കാതിരിക്കണം. ഇതിന് യാഥാർത്ഥ്യ ബോധം നമുക്കുണ്ടാകണം. എന്നാലും പ്രത്യക്ഷത്തിൽ കത്തുന്ന തീയെ കടത്താൻ ഏറ്റവും വളരെ വളരെ അത്ഭുത സിദ്ധിയുള്ള ഒരു സൂക്തമാണ്, ഒരു വാക്യമാണ് ഞാൻ അതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞാൽ മാറി തണുത്തു, എല്ലാ ക്ഷോഭം പോയി.
ഇത് കുടുംബത്തിൽ അങ്ങനെയാ, സമൂഹത്തിൽ അങ്ങനെയാ, ഏത് ജോലി സ്ഥലത്തായാലും അങ്ങനെയാ, ഏത് ബോസിന്റെ മുമ്പിലായാലും അത് അങ്ങനെയാ. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്. ഭാര്യ ഭർത്താവ് ആവട്ടെ, ഭർത്താവ് ഭാര്യയോടാകട്ടെ, മക്കളും അപ്പനും മാതാപിതാക്കളാകട്ടെ, ഞാൻ അതിൽ ഖേദിക്കുന്നു, ഐ എം സോറി ഡാഡി മമ്മി, ഇന്നത്തെ പറച്ചിൽ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാത്ത മനുഷ്യനില്ല. യഥാർത്ഥത്തില് കഴിഞ്ഞ ദിവസങ്ങളില് എന്റെ അടുത്ത് വന്നൊരു കേസ്, ഒരു കുടുംബം എന്റെ അടുത്ത് വന്നു. ഒരു ചെറുപ്പക്കാരൻ, അവൻ വളരെ വലിയ ആന്റി സോഷ്യൽ, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് എല്ലാ തരത്തിലും ഒരു ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന ഒരു മനുഷ്യൻ. അത് കൺട്രോൾ ചെയ്യാൻ വിഷമം. അപ്പനും അമ്മയൊക്കെ ഉണ്ട് കൂടെ. ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് അത് അപഗ്രഥനം ചെയ്തപ്പോ എനിക്ക് മനസ്സിലായ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ മനുഷ്യന് 11-12 വയസ്സുള്ള കുട്ടിക്കാലം. ഈ കുട്ടി ഒരു തെറ്റ് ചെയ്തു എന്നാണ് അപ്പന് തോന്നിയത്, കാര്യപ്പെട്ടൊരു തെറ്റ്. ഇവനാണ് തെറ്റ് ചെയ്തത് എന്ന് അപ്പൻ ധരിച്ചു. കുട്ടി പറയുന്നു, ഞാനല്ല അപ്പച്ച അത് ചെയ്തത്, കാര്യം എന്തെങ്കിലും ആകട്ടെ. അപ്പച്ചന് ക്ഷോഭമായി. അപ്പച്ചൻ ഇവനെ അടിച്ചു, പൂത്തിരി അടിച്ചു, മതിവരോളം അടിച്ചു. ആർക്ക് മതിവരോളം? അപ്പച്ചന് മതിവരോളം. ശക്തിയായിട്ട് പ്രഹരിച്ചു, കാരണം തെറ്റ് ഗൗരവമുള്ളത്. അപ്പോഴും അവൻ പറയുന്നു, അപ്പച്ച ഞാനല്ല. അത് കേൾക്കുന്നില്ല. കാലങ്ങൾ കഴിഞ്ഞപ്പോ അപ്പച്ചന് മനസ്സിലായി, എന്റെ മോനല്ല അതിന്റെ ഉത്തരവാദി, എന്റെ മോനല്ല തെറ്റ് ചെയ്തത്. എന്നാലും മോനെ ഞാൻ അതിനു വേണ്ടി തെറ്റിദ്ധരിച്ചടിച്ചു. പക്ഷേ ഈ അപ്പച്ചൻ അത് മോനോട് സമ്മതിക്കാൻ അപ്പച്ചന്റെ അപ്പച്ചനെ അനുവദിച്ചില്ല. അപ്പത്വം എന്ന് ഞാൻ പറഞ്ഞത്, അപ്പച്ചന്റെ അപ്പത്വം അനുവദിച്ചില്ല. എന്റെ മോനോട് ഞാൻ തെറ്റു പറയേ തലക്കനായി. എന്നാൽ ഇവൻ വളർന്നു ഈ ചിന്തയോടുകൂടി, ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് വേണ്ടി ഇത്രയേറെ ശിക്ഷ. സമൂഹത്തിന്റെ രക്ഷാധികാരിയുടെ പ്രതിനിധി എന്ന വിധത്തിൽ എന്റെ അപ്പച്ചൻ എന്നോട് ഇങ്ങനെ കാണിച്ചെങ്കിൽ അവൻ വളർന്നു വരുംതോറും അവൻ വഴിവിട്ട് നടക്കാൻ തുടങ്ങി. കഞ്ചാവ്, മയക്കുമരുന്ന്, അങ്ങനെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സമൂഹത്തിനോട് അവന് യാതൊരു മതിപ്പുമില്ല, ഒരു തരത്തിലും അംഗീകാരമില്ല. അടിക്കാനാ തോന്നുന്നത് വെച്ചാൽ അടിക്കും, പട്ടക്കാനാ തോന്നുന്നത് വെച്ചാൽ പട്ടയ്ക്കും. അടിയും പെട്ടയും രണ്ടും രണ്ടാവുമായിരിക്കും. അവൻ അവന്റേതായിട്ടുള്ള ജീവിതശൈലി ഉണ്ടായത്. അതിന് ഭ്രംശം വന്നത് ഈ അപ്പച്ചൻ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയ സമയത്ത് ആ മോനോട് അത് ഐ എം സോറി എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞില്ലെങ്കിലും അത് അവന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ് എന്ന രീതിയിൽ ഒന്ന് സമ്മതിക്കുമായിരുന്നെങ്കിൽ അവൻ ഇന്ന് അങ്ങനെ ഒരു സാമൂഹ്യ ദ്രോഹിയുടെ ചുറ്റുപാടിൽ വരില്ലായിരുന്നു എന്നാണ് എന്റെ നിഗമനം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളുടേതായിട്ടുള്ള അനുഭവത്തിൽ. ഇന്ന് ഭിന്നിച്ചു നിൽക്കുന്ന അപ്പനും അമ്മയും, ഭിന്നിച്ചു നിൽക്കുന്ന മാതാപിതാക്കളും മക്കളും, അതിന്റെ റൂട്ടിരിക്കുന്നത്, അതിന്റെ അടിവേര് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് താവാൻ, ആ താങ്ങതിന്റെ അടിസ്ഥാനത്തില് ക്ഷമിക്ക് എന്ന് പറയാൻ, ഞാൻ ഖേദിക്കുന്നു, എനിക്കാണ് തെറ്റുപറ്റിയത് എന്ന് പറയാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമല്ലേ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇതാണ് നോമ്പുകാലം. ഇത് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ അനുഷ്ഠാന പ്രക്രിയ കൊണ്ടോ, നമ്മുടെ പ്രാർത്ഥനാ രീതി കൊണ്ടോ, നമ്മുടെ ഉപവാസം കൊണ്ടോ, നമ്മുടെ മാംസവർജനം കൊണ്ടോ നമുക്ക് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നർത്ഥം. ആധ്യാത്മികതയുടെ ആഴങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് തെറ്റ് അംഗീകരിക്കാൻ സാധിക്കുക, ആത്മാർത്ഥതയോടുകൂടി അംഗീകരിക്കാൻ സാധിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ വിവേകത്തിന്റെ ഒരു പൊരുൾ അതിലുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ സാധിക്കുക. ഇതാണ് ആധ്യാത്മികതയുടെ ആഴങ്ങള് എന്ന് ഞാൻ മനസ്സിലാക്കണേ. ഒരുപാട് കാര്യങ്ങളും പ്രാർത്ഥനകളും നടത്തുന്നതല്ല ആധ്യാത്മികതയുടെ ആഴങ്ങള്. അവിടെ തപ്പിയാൽ അനുഷ്ഠാനമായിട്ടേ പോകുള്ളൂ. അത് യന്ത്രത്തിന്റെ മോഡലിൽ അതങ്ങനെ പ്രവർത്തിച്ചു, അത് കഴിഞ്ഞു. നമ്മുടെ ജീവിതമായിട്ടൊരു ബന്ധവുമില്ല. അതുകൊണ്ട് നോമ്പ് ആരംഭിക്കുക, വലിയ നോമ്പെന്ന് പറയുന്ന നോമ്പ് ആരംഭിക്കുക. സത്യത്തിൽ പറഞ്ഞാൽ ഇത് നമ്മൾ സ്വാംശീകരിച്ചെടുക്കണം. ഏത് ക്ഷമ ചോദിക്കാനുള്ളൊരു രീതി. ഇതില്ലാതെ ഒരു പുണ്യവും ആ മനസ്സിൽ വളരില്ല. ഇതുണ്ടെങ്കിൽ മറ്റു പുണ്യങ്ങളൊക്കെ താനെ വരും. അത് പുണ്യമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. കോട്ടയ തമ്പുരാൻ മനസ്സിലാക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. ആദ്യത്തെ മനുഷ്യന്റെ പേരല്ലേ ആദം. എല്ലാ കാര്യങ്ങളും അവന് ചെയ്തു കൊടുത്തു, എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം അവന് കൊടുത്തു. ഒന്നു കൊടുത്തില്ല അവനൊന്ന് പരീക്ഷിക്കാൻ. ആദം തെറ്റ് ചെയ്തു, സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചു. ദൈവം ആദത്തിനോട് പറയാം, ആദം വിളിക്കുന്നു. ആദം വരുന്നു, എന്താ നീ ഇങ്ങനെ ചെയ്തത്? ആദം ഉടനെ തന്നെ നമ്മൾ പറയുന്ന മാതിരി ഒരു തട്ടുത്തരം പറഞ്ഞു, ഒരു തൊടുനായം പറഞ്ഞു.
നീ എനിക്ക് തന്ന ആ സ്ത്രീ തന്നിട്ടാ ഞാൻ ഭക്ഷിച്ചേ. നിങ്ങളൊന്ന് മറിച്ച് ചിന്തിച്ചു നോക്ക്. ആദം അന്ന് ദൈവത്തിനോട് പറയുമായിരുന്നു എന്ന് വിചാരിക്കുക, ഉടയ തമ്പുരാനെ, എന്റെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നുപോയി, എന്നോട് ക്ഷമിക്ക്, ഞാൻ അബദ്ധം പ്രവർത്തിച്ചു എന്ന് ആദം പറയുമായിരുന്നു എന്ന് വിചാരിക്കുക. ഇന്ന് ഈ നാട്ടിൽ ഏതെങ്കിലും പള്ളി ഉണ്ടാകുമായിരുന്നോ? ഒറ്റ പള്ളി ഉണ്ടാവില്ല. ഇന്ന് ഈ പ്രപഞ്ചത്തിന്റെ ഓർഡർ തന്നെ മാറില്ലേ? യേശുക്രിസ്തു ജനിക്കേണ്ടി വരുമായിരുന്നോ? കുരിശിൽ കടന്ന് പടക്കേണ്ടി വരുമായിരുന്നോ? ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കേണ്ടി വരുമായിരുന്നോ? നമ്മുടെ ഗോൾഡ് ഓർഡർ മാറുമായിരുന്നു. ഇതൊക്കെ ഈ ആദം ഒപ്പിക്കല എന്ത് തലക്കനം. ഈ ആദത്തിന് തമ്പുരാനോട് ഒന്ന് ക്ഷമിക്കണം തമ്പുരാനെ, തെറ്റുപറ്റിപ്പോയി, ദുർബല നിമിഷത്തിൽ ഞാൻ അത് ഒപ്പിച്ചു, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാത്ത ഏത് ദൈവമുണ്ട്? എങ്കിൽ രക്ഷാകരമായ ചരിത്രം മുഴുവനും മാറില്ലേ മക്കളെ? പ്രപഞ്ചത്തിന്റെ സംവിധാനം മാറില്ലേ? അതുകൊണ്ട് to err is human. തെറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. Forgive is divine. അതിനെ മാപ്പാക്കി കൊടുക്കുക, അതിനെ ക്ഷമിക്കുക, എന്ന് ക്ഷമിക്കുക, ക്ഷമ കൊടുക്കുകയും ക്ഷമ ചോദിക്കുകയും, ദാറ്റ് ഈസ് ഡിവൈൻ. ദൈവികമാണത്. ഈ ദൈവിക ഛായ നമുക്ക് സാംശീകരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടും നമ്മുടെ ധ്യാനങ്ങൾ കൊണ്ടും നമ്മുടെ അനുഷ്ഠാനങ്ങൾ കൊണ്ടും സാധിക്കുന്നില്ലെങ്കിൽ എന്തുപകാരം മനുഷ്യന്? ഇതാണ് നാം സ്വാംശീകരിച്ചെടുക്കേണ്ടത്. ഇത് സ്വാംശീകരിച്ചെടുക്കാനുള്ള ഒരു കാലഘട്ടമാണ് നോമ്പ്. മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, മറ്റൊരു ആപ്തവാക്യമുണ്ട്, അത്ഭുതം സൃഷ്ടിക്കുന്ന മറ്റൊരു ആപ്തവാക്യം. ഐ എം സോറി എന്ന് പറയുന്നതോടു കൂടി താങ്ക് യു എന്ന് പറയാൻ സാധിക്കുക. നന്ദി സഹോദര സഹോദരി, അച്ഛ അമ്മേ നന്ദി. അതിന്റെ ത്യാഗഗ്രാഹ്യ ബുദ്ധിയ, വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടൊന്നുമല്ല. ഇങ്ങനെ പറയാൻ സാധിച്ചാൽ യഥാർത്ഥത്തിൽ ആധ്യാത്മികതയുടെ വിളവ് അവിടെ കൊയ്യാൻ സാധിക്കും. സത്യം ഒന്ന് ചിന്തിച്ചു നോക്കി. എല്ലാം നമുക്ക് ആനുകൂല്യമായിട്ട് കിട്ടിയിരിക്കുന്ന സൗജന്യം നമ്മൾ വരുമ്പോ കൊണ്ടുവന്നൊന്നും അല്ല കാര്യങ്ങൾ. നമ്മളെ ദൈവം സൃഷ്ടിച്ചു, ഒരു പ്രത്യേക സ്ഥിതിവിശേഷത്തിലേക്കാക്കി. ചിലർക്ക് നല്ല സ്വാധീനം, ചിലർക്ക് സ്വാധീനം കുറവ്, ചിലർക്ക് പണം, ചിലർക്ക് പണം കുറവ്, ചിലർക്ക് ആരോഗ്യം കുറവ്, സൗന്ദര്യം കുറവ്, കൂടുതൽ കഴിവ് ഒക്കെ ആയിട്ട് കരുതിക്കൂട്ടി അപ്പത്തിന്റെ തമാശയത്, കരുതിക്കൂട്ടിയുള്ള പ്രയോഗമാണത്. അബദ്ധത്തിൽ വന്നതൊന്നുമല്ല. ഇതെല്ലാം നമുക്ക് ദാനമാണ്, എല്ലാം ദാനമാണ്. ഈ ദാനമാണ് എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകുകയാണെങ്കിൽ, അത് ആനുകൂല്യമാണ് എനിക്ക് കിട്ടിയത് എന്നുള്ള ചിന്ത വന്നാൽ അവിടെ അസ്വസ്ഥതയില്ല, അവിടെ പ്രക്ഷുബ്ധതയില്ല. എന്നാൽ ആനുകൂല്യം എന്റെ അവകാശമാണെന്ന് വിചാരിച്ചാലോ വിഷമമായി. ആരോഗ്യം എന്റെ അവകാശമാണെന്ന് വിചാരിച്ചാൽ എനിക്കൊരു ജലദോഷപ്പനി വന്നാൽ ആകെ വിഷമമായി. ഇതെന്റെ അവകാശമല്ല. ഞാൻ ആനുകൂല്യം കളയാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി ഒന്നും ചെയ്യണ്ട. വരുന്നത് എടുക്കാൻ സാധിക്കണം. ഇവിടെയുണ്ട് ആധ്യാത്മികത. അത് നന്ദിയോടുകൂടി എടുക്കാൻ സാധിക്കണം. പക്ഷെ ആനുകൂല്യം അവകാശമായിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു പ്രവണതയാണ് മനുഷ്യനുള്ളത്. എല്ലാ മനുഷ്യർക്കും സഹജമായ രീതിയിൽ ആനുകൂല്യം എന്ത്, അവകാശം എന്ത് ചിന്തിക്കാൻ നേരില്ല. എല്ലാം എന്റെ അവകാശം. അപ്പൊ ആകെ അന്തരീക്ഷം പ്രക്ഷുബ്ധമായി. ഒരു മനുഷ്യൻ ഒരു കാര്യത്തിന് വേണ്ടി ആ മനുഷ്യനെ ഒരു കാര്യത്തിന് ക്ഷണിച്ചു, ഡിന്നറിനാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിനാകട്ടെ ക്ഷണിച്ചു. ആള് പോയി. പിന്നീട് ആ മനുഷ്യനെ ക്ഷണിക്കാതിരുന്നെങ്കിൽ, ഈ മനുഷ്യൻ ആദ്യം ക്ഷണം കിട്ടിയപ്പോ അത് എന്റെ അവകാശമാണ് എന്ന് വിചാരിച്ചാൽ പിന്നീട് ക്ഷണം കിട്ടിയില്ലെങ്കിൽ ആകെ പ്രക്ഷുബ്ധമായി. എന്നാൽ യഥാർത്ഥത്തിൽ ചിന്തിച്ചു, ഇത് എന്റെ അവകാശമാണോ എന്റെ ആനുകൂല്യമാണോ എന്ന് വകതിരിവുണ്ടായി കഴിഞ്ഞാൽ ആനുകൂല്യമാണെന്നാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ ചില കാര്യങ്ങൾ അവകാശമുണ്ട്. അവകാശം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് കൊടുക്കേണ്ടത് കടമ മറ്റുള്ളവർക്കുണ്ട്. പക്ഷെ ആനുകൂല്യമാണെങ്കിൽ അത് വെറും ആനുകൂല്യം തന്നെ, അതിന് അവകാശമൊന്നുമില്ല. യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ടത് മനസ്സിലാക്കുന്നു. കൂലിക്ക് ആളെ വിളിച്ച കൂലിക്കാരോട് 6-ാം മണിക്കൂറോ 9-ാം മണിക്കൂറോ 11-ാം മണിക്കൂറോ കൂലിക്ക് വന്നവരോട് 11-ാം മണിക്കൂറിലും ദേനാറ് 1 കൊടുത്തു. അപ്പൊ 6-ാം മണിക്കൂറിൽ വന്നവര് ദേനാറ് 6 കിട്ടുമെന്ന് വിചാരിച്ചു. അവർക്കും കൊടുത്തത് 1 കാരണം അങ്ങനെയാണ് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അസ്വസ്ഥമായി, ജാതിയായി, സമരമായി, ആകെ പ്രക്ഷുബ്ധമായി. യേശു പറഞ്ഞ കഥയിൽ പറയുകയാണ്, എന്തിനാ നിങ്ങൾ അസൂയപ്പെടണേ? അവകാശമായിട്ടുള്ളത് ഞാൻ തന്നില്ലേ? എന്തുകൊണ്ട് എനിക്ക് മറ്റൊരാൾക്ക് ആനുകൂല്യം കൊടുത്തൂടാ?
ആ ആനുകൂല്യം നിങ്ങൾ എന്തിനു അവകാശമായിട്ട് മാറ്റി? യേശു സാരല്ല എന്നല്ല പറയണേ, തട്ടിപ്പൊത്തും അല്ല, അതിനെ നഖശിക്കാന്തം വിമർശിക്കുന്നു. ഞാൻ നല്ലവനായതുകൊണ്ട് നിങ്ങൾ എന്തിന് അസൂയപ്പെടുന്നു എന്നാ യേശു ചോദിക്കുന്നേ. അതുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ എന്താണ് നമുക്ക് ബോധ്യമുണ്ടാകണം. അവകാശങ്ങളോ നമുക്ക് കിട്ടണം, കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കണം, അത് കടമയാണ്. അതോടുകൂടി തന്നെ പലതും നമ്മുടെ ആനുകൂല്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചിന്താരീതിയിലാണ് നന്ദിയുടേതായിട്ടുള്ള വശങ്ങളുണ്ടാകുള്ളൂ. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് നമുക്ക് വേണ്ടപ്പോൾ പറയാൻ സാധിക്കുക, വേണ്ട വിധത്തിൽ പറയാൻ സാധിക്കുക, ചില കാര്യങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ സാധിക്കുക. ഇത് രണ്ടും അല്ലേ ഈ നോമ്പ് കാലത്തിൽ നിന്ന് നമ്മൾ സ്വാംശീകരിച്ചെടുക്കേണ്ട യാഥാർത്ഥ്യം. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ അടിച്ച് അത് ഏതെങ്കിലും പ്രസ്സിൽ അടിച്ചിട്ടുള്ള കുറേ നമസ്കാരങ്ങൾ ചൊല്ലിക്കൂട്ടലാണോ നോമ്പുകാലം? സമൂഹ ജീവിയായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ച് അതും ആവശ്യമുണ്ട്. പക്ഷേ അതൊക്കെ ഉപരിപ്ലവമാണ്. യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം നമ്മെ തന്നെ ശിക്ഷണം നൽകണം. അതിനുള്ളൊരു കാലമല്ലേ ഈ നോമ്പ് കാലം എന്ന് ഞാൻ മനസ്സിലാക്കണേ. ആ മനസ്സിലാക്കിയതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം. ഈ നോമ്പ് കാലം നമുക്ക് നമ്മോട് തന്നെ ശിക്ഷണം നൽകി എനിക്ക് ഞാൻ ഖേദിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് പറയാനും, നന്ദി സഹോദര സഹോദരി അതിന്റെ ത്യാഗഗ്രാഹ്യ ബുദ്ധിയ പ്രകടിപ്പിക്കുന്നതിനും ഉണ്ടാകുന്ന ആ ചിന്താരീതിയാണ് ക്രൈസ്തവ ആധ്യാത്മികതയുടെ തുടക്കം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.